നമ്മുടെ ഫോൺ വീട്ടിലുള്ള കുട്ടികളും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഫോണിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള നോട്ടിഫിക്കേഷനുകൾ വരും. ഇതൊക്കെ അവർ ഓപ്പൺ ചെയ്യാതിരിക്കാനായിട്ട് ഒരേ ഒരു സെറ്റിംഗ്സ് മാത്രം നമ്മൾ മാറ്റിക്കൊടുത്താൽ മതി. അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏത് സെറ്റിംഗ്സ് മാറ്റിയാലാണ് ഇത് സാധ്യമാകുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സെറ്റിംഗ്സിന്റെ പേര് ഫോക്കസ് മോഡ് എന്നാണ്. ഇത് എല്ലാവരുടെ ഫോണിലും ഉണ്ടെങ്കിലും ഇത് അധികം ആളുകളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ലഭിക്കാനായിട്ട് മുകളിൽ നിന്നും താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ കുറേ സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങളിവിടെ ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പെൻസിൽ ഐക്കൺ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള കുറേ സെറ്റിംഗ്സുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ സെറ്റിംഗ്സുകളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരും ഫോക്കസ് മോഡ് എന്ന് ഏറ്റവും താഴെയായിട്ടാണ് ഇതിലുള്ളത്. ആ ഒരു ഭാഗത്തെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വേണ്ട ആ ഒരു ഭാഗത്ത് കൊണ്ട് വെക്കുക. ഓക്കെ, ഇത്തരത്തിൽ വെക്കുക. ഓക്കെ, ഇത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്കത് ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെറ്റിംഗ്സിൽ ഫോക്കസ് മോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഫോക്കസ് മോഡ് നമുക്ക് ഇവിടെ നിന്നും ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങളത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നേരെ വന്നെത്തുന്നത് ഈ നമ്മുടെ ഫോണിലുള്ള എത്ര ആപ്ലിക്കേഷനുകളുണ്ടോ ആ ആപ്ലിക്കേഷനുകളിലായിരിക്കും വന്നെത്തുക. അപ്പോൾ ഇത് ഇത്തരത്തിലും എടുക്കാം, ഇത് മറ്റൊരു രീതിയിൽ കൂടി എടുക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ ഇതൊന്ന് ഈ ഒരു സെറ്റിംഗ്സ് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതുകൂടി കാണിച്ചു തരാം. നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് കുട്ടികൾ ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്തത്, ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനുകളാണ് കുട്ടികൾ എടുക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു കോളം കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ നിന്ന് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഹൈഡ് ആകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 2 ആപ്ലിക്കേഷൻ മാത്രം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ കാണുന്ന ആ ടേൺ ഓൺ എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നേരെ ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് പോയതിന് ശേഷം നമ്മളിപ്പോൾ 2 ആപ്ലിക്കേഷനുകളാണ് നമ്മൾ അത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇൻസ്റ്റാഗ്രാം, ഒന്ന് ഫേസ്ബുക്കും. അപ്പോൾ ആ 2 ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കണ്ടതാ, നമുക്കത് ഓപ്പൺ ആയിട്ട് സാധിക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും വരില്ല, അവർക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്തരത്തിലാണ് നമുക്കത് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിനി മറ്റൊരു ഭാഗത്ത് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം ആദ്യം. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഓഫ് ചെയ്തു. ഇനി നമ്മുടെ സെറ്റിംഗ്സിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഡിജിറ്റൽ വെൽബിയറിംഗ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഫോക്കസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്തിരുന്ന അതേ ഓപ്ഷനിലേക്ക് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര ആപ്ലിക്കേഷനുകളാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് എടുക്കാൻ പാടില്ലാത്തത് ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെയാണ് എന്ന് നോക്കിയിട്ട് അതൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്ക് മാർക്ക് കൊടുത്ത എല്ലാ ആപ്ലിക്കേഷനും ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ഹൈഡായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അതവർക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇത് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ടാകാം, എന്നാൽ പല ആളുകളും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ടാകാം. അതുപോലെ തന്നെ അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കാത്ത ആളുകളുണ്ടാകാം. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് ഇത് അറിയുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.